അവൻ വന്ന് എന്നോട് പറഞ്ഞു എന്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. என்னுடைய தலையில் கை வைத்து ஜெபிக்க வேண்டும் என்றார். അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ്? எதற்கென்று கேட்டேன். അച്ഛാ, ഞാനൊരു കോപിയായ മനുഷ്യനാണ്. நான் முட்கோபியா இருக்கிறேன். എന്റെ കോപം നിമിത്തം കുടുംബത്തിൽ കലഹം ഉണ്ടായി. கோபத்தினாலே குடும்பத்திலே சண்டை. ഞാൻ പറഞ്ഞു അത് പൊയ്ക്കൊള്ളൂ, നീ സമാധാനമായിരിക്കും. சரி, அதெல்லாம் போய்விடு, நீ சமாதானமாயிரு. അപ്പോൾ പറഞ്ഞു അങ്ങനെ എന്നോട് പറയരുത്, அப்படி சொல்ல வேண்டாம். എനിക്കൊരു മോനുണ്ട്, എനിക്കൊരു മകൻ இருக்கிறான். അവനൊരു കുഞ്ഞു ബാലനാണ്. അവൻ സിറുവനായിരുന്നു. അന്ന് വീട്ടിൽ എന്തോ ഒരു ചെറിയ കലഹം ഉണ്ടായി. ചെറിയ ഒരു പ്രശ്നം വീട്ടിൽ വന്നത്. എന്തോ ഒരു ചെറിയ കലഹം ഉണ്ടായപ്പോൾ പ്രശ്നം വന്നപ്പോൾ ഉടനെ എന്ത് ചെയ്തു? ഉടനെ ഇദ്ദേഹം കോപിച്ച് എന്തൊക്കെയോ വീട്ടിൽ പറഞ്ഞു. കോപിത്ത് ഏതോ വീട്ടിൽ சொன்னார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അതെല്ലാം കഴിഞ്ഞപ്പോൾ അത് முடிந்தபோது ഈ കുഞ്ഞു ബാലൻ വിളിച്ചകത്തു കൊണ്ടുപോയി. அந்த சிறுவனை அழைத்துள்ளே கொண்டு போனார். അവൻ ചോദിച്ചു, ഡാഡി എന്തിനാണ് കോപിക്കുന്നത്? ഡാഡി എதற்காய் നിങ്ങൾ കോപിக்கிறீர்கள்? പാസ്റ്റപ്പച്ചൻ പറയുന്നത് കേട്ടിട്ടില്ല. പാസ്റ്റപ്പച്ചൻ சொன்னது കേൾക്കவில்லை. നമ്മൾ എണ്ണപ്പെട്ട ദിവസമല്ലേ ഭൂമിയിൽ, എണ്ണിക്കை ഉൾപ്പെട്ട നാട്ടിലേ നമുക്ക് இருக்கிறது. നമ്മൾ സമാധാനത്തെ സ്നേഹിക്കേണ്ട ആളുകളല്ലേ, സമാധാനത്തെ നേസിக்க വേണ്ടിയ ആൾക്കാർ. ഡാഡി എന്തിനാണ് മമ്മിയോട് കോപിക്കുന്നത്? ஏன் டாடி மம்மி இடத்தில் கோபப்படுகிறீர்கள்? ആ ചോദ്യത്തിന് മുമ്പിൽ വിറച്ചുപോയി. அந்த கேள்விக்கு முன்னாடி ஒன்றும் சொல்ல முடியவில்லை. നീ കോപിക്കത്തില്ലേ? அவர் கேட்டா நீ கோபப்பட மாட்டாயா? അവൻ തിരിഞ്ഞു ചോദിച്ചു, ഞാൻ ഇന്ന് വരെ കോപിക്കുന്നത് ഡാഡി കണ്ടിട്ടുണ്ടോ? அவன் திரும்ப கேட்டான், டாடி நான் இதுவரைக்கும் கோபப்பட்டதை நீங்கள் பார்த்திருக்கிறீர்களா? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. நான் பார்க்கவில்லை. കാര്യം യേശു പറഞ്ഞു, കോപിക്കുന്നവൻ കൊലപാതകനാണെന്ന്. ஏனென்றால் இயேசு சொன்னார், கோபிக்கிறவன் கொலைபாதகனாய் இருக்கிறான். അവൻ ഈയല് പോലെ വിറച്ചു പോയി. അവൻ ഒരു പൂച്ചയെ പോലെ നടുനടുങ്ങിനാൻ. അവൻ എന്നോട് പറഞ്ഞു, അവൻ നീതിയുള്ള ഒരുവന്റെ അപ്പനായി ഞാൻ പോയി. അയ്യോ, നീതിയുള്ള ഒരു മകനുക്ക് തകപ്പനായി മാറിനേ. അച്ഛൻ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. എന്റെ തലയിൽ കൈവച്ച് ജപിയുங்கள். അവന്റെ ആ മനസ്സ് കണ്ടോ? മനதை பார்த்தீர்களா? എന്തിനാ ഡാഡി കോപിക്കുന്നത്? എதற்காய் ഡാഡി കോപിக்கிறீர்கள்? ഒരു ദിവസം മരിക്കും, നാം ഒരു നാൾ മരിപ്പോ. ഈ നിൽക്കുന്ന ഏറ്റവും ചെറിയവനോട് ചെയ്തത് നമ്മൾ യേശുവിനോടല്ലേ ചെയ്യുന്നത്? இருக்கிற சிறியவரில் ஒருவனுக்கு செய்வது இயேசுவிடத்தில் செய்வதல்லவா? ഇത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. പല നേരങ്ങളിൽ ഇത് നാം അറിവതില്ല. നമ്മൾ സമാധാനത്തെ സ്നേഹിക്കുക, സമാധാനത്തെ നേസിപ്പോ, സമാധാനം ഉണ്ടാക്കുക, സമാധാനത്തെ ഉണ്ടാക്കുവോ, സമാധാനത്തെ പിന്തുടരുക, സമാധാനത്തെ തുടരുവോ. ഒടുവിൽ നിങ്ങൾ യെരൂശലേമിൽ മരിക്കും. ഒരു നാൾ നിങ്ങൾ യെരൂശലേമിൽ മരിപ്പീர்கள். പൗലോസ്ലീഹായേ, അപ്പോസ്തലനായ പൗലേ, നിങ്ങൾ എങ്ങനെയാണ് ഓടിയെത്തിയത്? നിങ്ങൾ എപ്പടി ഓടി മുടിത്തീர்கள்? പറഞ്ഞു, ഞാൻ യെരൂശലേമിനെ സ്നേഹിച്ചു. ഞാൻ യെരൂശലേമിനെ നേസിத்தேன். യെരൂശലേമിന്റെ അടുത്ത പ്രത്യേകത എന്താണ്? യെരൂശലേമിന്റെ അടുത്ത വിശേഷം അതിന് സത്യനഗരമെന്നാണ് പേര്. അതുക്ക് സത്യനഗരം என்று பெயர். ബൈബിൾ എന്ത് പറയുന്നു? വേദം എന്ന് சொல்லுகிறது. സക്കറിയ പ്രവചനം 8:13. സക്കറിയ 8:13. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എഴുതിയിരിക്കുന്നത്, യെരൂശലേമിന് സത്യനഗരമെന്ന് പേർ. യെരൂശലേമുക്ക് സത്യനഗരം என்று பெயர். യെരൂശലേം സത്യത്തിന്റെ നഗരമാണ്. യെരൂശലേം സത്യത്തിൻ നഗരം. അതെന്തിനെ കാണിക്കുക? அதை காட்டுகிறது. നമ്മുടെ ജീവിതം ഒരു റിയലി ലൈഫ് ആയിരിക്കും. നമ്മുടെ ജീവിതം ഒരു ഉണ്മയിൻ ജീവിതമായി இருக்க வேண்டும். നമുക്ക് ഒക്കുന്നത് പോലൊക്കെ മതി. നമുക്ക് முடிந்த அளவுக்கு போதும். നമ്മൾ ഇല്ലാത്തത് ഉണ്ടാക്കി അവസാനം കുഴയരുത്. ഇല്ലാത്ത കാര്യത്തെ നാം ചെയ്ത് കடைசிയിലെ നാം തടുമാറ വേണ്ട. നമ്മുടെ പരമാർത്ഥതയൊക്കെ ദൈവത്തിന്റെ വലിയ മുതൽക്കൂട്ടാണ്. നമ്മുടെ യഥാർത്ഥം ഉത്തമം தான் ആண்டവരുടെ പാർവയിലെ പെരിയ കാര്യം. നമ്മൾ ചിന്തിക്കും, അവര് വലിയവരാണ്, ഇവര് വലിയവരാണ്, അങ്ങനെയുള്ള ചിന്ത നമുക്ക് വരും. നാം നിனைப்போம், അവர்கள் பெரியவர்கள், ഇവர்கள் பெரியவர்கள் என்று. പക്ഷേ ദൈവം തമ്പുരാൻ അങ്ങനെയൊന്നില്ല. ആண்டവருக்கு அப்படி இல்லை. ദൈവത്തിന് അറിയേണ്ടത് നിന്റെ പരമാർത്ഥത. ആண்டവருக்கு உன்னுடைய யதார்த்தம் உண்மைதான் வேண்டும். യെരൂശലേം സത്യനഗരമാണ്. യെരൂശലേം സത്യനഗരം. ട്രൂത്ത് സിറ്റി, സത്യത്തിന്റെ നഗരം. സത്യത്തിൻ നഗരം. നമ്മൾ സത്യത്തെ സ്നേഹിക്കണം പ്രിയമുള്ളവർ. സത്യത്തെ ഉണ്മയെ നേസിக்க வேண்டும். സമാധാനത്തെ സ്നേഹിക്കുന്നത് പോലെ, നിങ്ങൾ സമാധാനത്തെ നേസിപ്പത് പോലെ, നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ. നിങ്ങൾ സത്യത്തെ ഉണ്മയെ നേസിக்க வேண்டும். ബോധ്യം എപ്പോഴും നിങ്ങൾക്കുണ്ടായി. இந்த உணர்வு எப்பொழுதும் இருக்க வேண்டும். എന്താണ് ഈ സത്യം? இந்த സത്യം என்றால் என்ன? ഒന്ന്, പരമാർത്ഥത സത്യമാണ്. ஒன்று, உண்மை நிலவரம் சத்தியம். യേശു സത്യമാണ്. യേശു സത്യം. വചനം സത്യമാണ്. വചനം സത്യം. യെരൂശലേം സത്യത്തിന്റെ നഗരമാണ്. യെരൂശലേം സത്യത്തിൻ നഗരം. നമ്മൾ ചിന്തിക്കും, ചില വലിയവരുണ്ട്, ചെറിയവരുണ്ട് എന്നൊക്കെ ചിന്തിക്കും. നാം നിனைப்போம், അവர்கள் பெரியவர்கள், சிறியவர்கள். നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ കേൾവിപ്പെട്ടിருப்பீர்கள். ലോക പ്രശസ്തനായ ഒരു മിഷണറിയാണ് വാച്ച്മാൻ നീ. വാച്ച്മാൻ എൻகிறவர் உலக பிரசித்தி பெற்றதான ஒரு மிஷனரி. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മരിച്ചുപോയി. வருடங்களுக்கு முன்பாய் மரித்தார். അദ്ദേഹം വളരെ പ്രശസ്തനായി, மிகவும் பிரசித்தமானவர். അദ്ദേഹം ഇങ്ങനെ വലിയ അത്ഭുത രോഗശാന്തിയൊക്കെ നടത്തും, அற்புத சுகமளிக்கும் ஆராதனை எல்லாம் நடத்துவார். ഒരിക്കൽ താൻ രോഗിയായി, ஒரு മുறை വ്യാധിസ്ഥനായി മാറിனார். തനിക്ക് ഒരു സെർവന്റ് ഉണ്ട്, അവർക്ക് ഒരു വേലക്കാരനുണ്ട്. അവനൊരു നീഗ്രോയാണ്. അവൻ ഒരു നീഗ്രോവായിരുന്നാൻ. അവന് എവിടുന്നോ ഒരു അടിമ എന്ന വണ്ണം കിട്ടിയതാണ്. അവർ ഒരു അടിമ என்பது போல கிடைத்தவன். ഇവൻ എപ്പോഴും ബുദ്ധികേടെ കാണിക്കത്തുള്ളൂ. അവൻ எப்பொழுதும் புத்தீனமான காரியமே செய்வான். അവനൊരു ബുദ്ധിയും ബോധമൊന്നുമില്ല. അവനുக்கு புத்தியோ அறிவோ இல்லை. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ 3 ഗ്ലാസ് പൊട്ടിച്ചു കളയും. അവൻ ഒരു ടംബ്ലർ തണ്ണി എടുത്തുകൊണ്ട് சொன்னால் 3 ടംബ്ലർ ഉടയ്പ്പാൻ. ഈ വെള്ളം എവിടെ വെക്കണമെന്ന് അറിയാല,
വെക്കല, സത്യവേദ പുസ്തകത്തിന്റെ പുറത്ത് കൊണ്ടുവച്ചു. அந்த தண்ணீர் எங்க வைக்க வேண்டும் என்று தெரியாது, தேவைப்பட்டால் வேதாமத்து மேலே வைப்பான். പക്ഷെ ഇവനെ കുഞ്ഞിലേ കിട്ടിയതാണ്. ஆனால் சிறு பையனாயிருக்கும் பொழுதே கிடைத்தது. ഇവനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോ இவனால பயங்கர பிரச்சனை வந்தபோது വാച്ച്മാനി അവനെ ഓടിച്ചു വിട്ടു. வாட்ச்மேன் அவனை துரத்தி விட்டார், போய்விடு, ഇവിടെ കണ്ടേക്കരുത്, പോയിക്കോ, அவனை பார்க்க கூடாது, ஓடிப்போ. അവനെ എവിടെയോ പോയി. அவன் எங்கோ போனான். കുറെ കാലം കഴിഞ്ഞു വാച്ച്മാനി രോഗിയായി. கொஞ்ச நாட்கள் பின்பு இந்த வாட்ச்மேன் வியாதிப்பட்டார். വലിയ ഡോക്ടർമാർ വന്ന് തന്നെ ചികിത്സിച്ചു. பெரிய டாக்டர் வந்து சிகிச்சை கொடுத்தார்கள். വാച്ച്മാനിക്ക് സൗഖ്യമില്ല, அவருக்கு சுகம் இல்லை. വലിയ വരപ്രാപ്തന്മാർ വന്നു, வரம் பெற்றவர்கள் வந்தார்கள். അവരെല്ലാം പ്രാർത്ഥിച്ചു, அவரெல்லாம் ஜெபித்தார்கள். വാച്ച്മാനിക്ക് സൗഖ്യമില്ല. அவருக்கு சுகம் கிடைக்கவில்லை. 120 ദിവസം താൻ ഒരുപോലെ കിടന്നു. 120 நாள் அசையாமல் ஒன்று போல கிடந்தார். തന്റെ പ്രതീക്ഷകളെല്ലാം അച്ചുപോയി, நம்பிக்கையெல்லாம் இழந்து போனார். ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ആ വഴി പോയി. அப்படி இருக்கிற நேரத்தில் இந்த பையன் அங்க போனார். റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ அவர் ரயில்வே ஸ்டேஷன் வரும்பொழுது ആരോ ഇവനോട് പറഞ്ഞു, யாரோ சொன்னார்கள், നീ അറിഞ്ഞോ നിന്റെ സാറ് രോഗിയായി മരിക്കാറായി കിടക്കുകയാണ്. தெரியுமா உன்னுடைய எஜமான் அங்கு சுகமில்லாமல் சாக கிடக்கிறார். അവൻ മരിക്കാറായി കിടക്കുകയാണ്. அவர் மரிக்க கிடக்கிறார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இவனுக்கு மகிமையுண்டாகட்டும். അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ சொன்ன பொழுது അവൻ പെട്ടെന്ന് ഒരു കുതിരവണ്ടി പിടിച്ച് அங்கிருந்து ஒரு குதிரை வண்டி பிடித்து വാച്ച്മാനിയെ കാണാൻ ചെന്നു. வாட்ச்மேனியை பார்க்க சென்றார். വാച്ച്മാനി ദൂരത്ത് വെച്ച് കണ്ടു. வாட்ச்மேனை தூரத்திலிருந்து பார்த்தார். അദ്ദേഹത്തിന് വയ്യ, அவருக்கு முடியாது. അപ്പൊ അദ്ദേഹം പറഞ്ഞു, തേണ്ടടാ, ശല്യം പിന്നെയും വരിക. ஐயோ, மறுபடியும் அந்த பிரச்சனை உள்ளவன் மறுபடியும் வருகிறான். ഇവനെ എങ്ങനെ ഒഴിവാക്കും? இவனை எப்படி துரத்து? അവരോടി വന്ന് യജമാനനെ എന്ന് വിളിച്ചു. அவன் வந்து எஜமானனே என்று அழைத்தான். അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു. காரியங்கள் சொன்னான். നീ പെട്ടെന്ന് പൊക്കോണം. நீ உடனே போக അവൻ வேண்டும். ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ? நான் ஒன்னு ஜெபிக்க, പ്രാർത്ഥിച്ചിട്ട് ഉടനെ ഇവിടുന്ന് പോയിക്കോണം. ஜெபித்து உடனே போக வேண்டும். അവിടെ ഒരു പഴയ കീ കൊടുക്കുന്ന വാച്ച് ഉണ്ട്, അതും അവന് കൊടുത്തു. அது ஒரு பழைய கீ கொடுக்கிற வாட்ச் உண்டு, அதையும் தந்தார். പ്രാർത്ഥിച്ച് ആമീൻ പറയുമ്പോൾ നീ പൊക്കോണം. ஜெபித்து ஆமென் சொல்லும்போது நீ போய்விட வேண்டும். അവൻ സമ്മതിച്ചു. அவன் ഒത്തുകൊண்டான். അവൻ മുട്ടുകുത്തി முழங்கால் மடிந்து യേശുവിനെ നോക്കി இயேசுவை பார்த்தான். യേശുവേ இயேசுவே என்று அழைத்தான். അങ്ങേക്ക് എന്നോട് കരുണയുണ്ടെങ്കിൽ உமக்கு என்னிடத்தில் இரக்கம் இருக்குமானால் എന്റെ യജമാനനെ സൗഖ്യമാക്കണം. என்னுடைய எஜமானனை சுகமாக்கு. ഈ യജമാനനാണ് എനിക്ക് ഭക്ഷണം തന്നത്. இந்த எஜமான் தான் எனக்கு ஆகாரம் ഈ தந்தார். യജമാനനാണ് എനിക്ക് വസ്ത്രം തന്നത്. இந்த எஜமான் தான் எனக்கு வஸ்திரம் ഈ தந்தார். യജമാനനാണ് അങ്ങേ എനിക്ക് കാണിച്ചു തന്നത്. இந்த எஜமான் தான் உம்மை எனக்கு காட்டி தந்தார். അങ്ങേക്ക് എന്നോട് കരുണയുണ്ടെങ്കിൽ என்னிடத்தில் உமக்கு இரக்கம் എന്റെ இருக்குமானால் യജമാനനെ സൗഖ്യമാക്കണം. என்னுடைய எஜமானனை சுகமாக்கு. പെട്ടെന്ന് വാച്ച്മാൻ ഈ ചാടി എഴുന്നേറ്റു. உடன் தானே வாட்ச்மேனை துள்ளி எழுப்பினான். താൻ ഭയപ്പെട്ടു പോയി. பயப்பட்டான். എന്താ സംഭവിച്ചത്? என்ன சம்பவித்தது? 120 ദിവസമായി പാടെ കിടന്ന ആള് പെട്ടെന്ന് എഴുന്നേറ്റു. 120 നാட்களாக படுக்கையில் கிடந்தவர் எழுப்பினார். ഒരു കരം വന്ന് തന്നെ തൊട്ടു. ஒரு கரம் அவரை தொட்டது. പക്ഷേ താനത് പുറത്ത് കാണിച്ചില്ല. வெளியே காட்டவில்லை. തനിക്ക് വണ്ടിക്കൂലി എല്ലാം കൊടുത്തു വിട്ടു. அவனுக்கு பிரயாணத்துக்கு பணம் கொடுத்து അദ്ദേഹത്തിന്റെ ഉള്ളം വിറയ്ക്കാൻ തുടങ്ങി. உள்ளம் நடுங்கினது. ദൈവമേ, എത്ര പേര് വന്ന് പ്രാർത്ഥിച്ചു, ஆண்டவர் எத்தனையோ பேர் ஜெபித்தார்கள். എത്ര ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചു. எத்தனையோ வைத்தியர்களுக்கு എനിക്ക് சிகிச்சை സൗഖ്യം தந்தார்கள். കിട്ടിയില്ലല്ലോ. எனக்கு சுகம் கிடைக்கவில்லை. ഈ നീഗ്രോ ബാലൻ, இந்த நீக்ரோ பாலன், ഈ ബുദ്ധിയില്ലാത്തവൻ, இந்த புத்தி இல்லாதவன், അവൻ പ്രാർത്ഥിച്ച് എനിക്ക് സുഖം വന്നോ? அவன் ஜெபித்தது சுகம் ഇപ്പൊ கிடைத்தது. യേശു വാച്ച്മാനിയോട് പറഞ്ഞു, இயேசு வாட்ச்மேனியோடு നിന്റെ சொன்னார், കൈയൊന്ന് നോക്കിക്കാട്ടെ. உன் கையை பார். നിന്റെ കയ്യിലെ വിരലുകളെല്ലാം ഒരുപോലെയാണോ? உன் கை விரல்கள் ஒன்று போல இருக்கிறதா? അല്ലല്ലോ യജമാനനെ, இல்லை ஆண்டவரே. അതിൽ ചെറിയതും വലിയതുമായ വിരലുകളില്ലേ? அதில் சின்னதும் பெரிதுமான விரல்கள் இல்லையா? അതുപോലെ എന്റെ കയ്യിൽ ചെറിയവരും വലിയവരുമായവരുണ്ട്. அதுபோல் என் கரத்தில் சிறியவர்களும் பெரியவர்களுமாய் നീ இருக்கிறார்கள். ഒരു പക്ഷേ വലിയവനായേക്കാം, நீ ஒருவேளை பெரியவனாய் இருக்கலாம். അവൻ എന്റെ കരത്തിലെ ചെറിയവനാ. ஆனால் அவனோ என் கரத்தில் சிறியவன். നിന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നവരൊക്കെ உன்னிடத்தில் ஜெபிக்க வந்தவர்கள் எல்லாரும் അവരുടെ വരം വെച്ചാണ് പ്രാർത്ഥിച്ചത്. அவர்கள் வரத்தை வைத்து ஜெபித்தார்கள். എന്നാൽ അവൻ എന്നോട് പറഞ്ഞത് നീ കേട്ടോ? ஆனால் அவன் என்னிடத்தில் சொன்னதை கேட்டாயோ? യേശുവേ, இயேசுவே, എന്നോട് കരുണയുണ്ടെങ്കിൽ, என்னிடத்தில் இரக்கம் இருக்குமானால், എന്നോട് കരുണയുണ്ടെങ്കിൽ என்னிடத்தில் இரக்கம் എന്റെ இருக்குமானால் യജമാനനെ സൗഖ്യമാക്കി. என் எஜமானை சுகமாக்கு. ഞാനിപ്പോൾ നിന്നെ സൗഖ്യമാക്കിയില്ലെങ്കിൽ நான் உன்னை இப்பொழுது சுகமாக்காவிட்டால் അവൻ പറയും, എനിക്ക് അവനോട് കരുണയില്ലെന്ന്. அவன் சொல்லுவான், அவனிடத்தில் எனக்கு இரக்கமில்லை என்று. നിന്റെ അടുക്കൽ വന്ന സകല മനുഷ്യരെക്കാൾ, உன்னிடத்தில் வந்த எல்லா மனிதரை பார்க்கிலோ, ലോക പ്രശസ്തനായ നിന്നേക്കാൾ, உலக பிரசித்தப்பட்ட உன்னை பார்க்கிலோ, എന്റെ സന്നിധിയിൽ വലിയവനാ നീങ്കിലോ ബാലനാണ്. என்னுடைய சமூகத்தில் பெரியவனாய் இருக்கிறவன் அந்த நீகிரோ பையன். കാരണം എന്ത്? காரணம் என்ன? അവനൊരു സത്യമുണ്ട്, പരമാർത്ഥതയുണ്ട്. அவனுக்குள்ள உண்மை உத்தமம் இருந்தது. യെരൂശലേം സത്യനഗരമാണ്. எருசலேம் சத்திய நகரம். നമുക്ക് സത്യനഗരത്തിലേക്ക് പോകാം. நாம் சத்திய நகரத்துக்கு செல்வோம். നമുക്ക് സമാധാന നഗരത്തിലേക്ക് പോകാം. சமாதான நகரத்துக்கு செல்வோம். വീണ്ടും ബൈബിൾ എന്ത് പറയുന്നു? மறுபடியும் வேதம் என்ன ഈ சொல்லுகிறது? നഗരം തമ്മിൽ ഇണക്കിയതാണ്. இது தமிழ் இணைக்கப்பட்டது. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ சங்கீதத்துக்கு வரும் பொழுது 122 സങ്കീർത്തനം 3-ാം വാക്യം, 122 சங்கீதத்தின் 3ஆம் അവിടെ வசனம் ഇങ്ങനെയാണ് പാടുന്നത്. அங்கு இப்படி சொல்லப்படுகிறது. തമ്മിൽ ഇണക്കിയ നഗരം
നഗരമായ യെരൂശലേമേ, இசைவினைப்பான நகரமான எருசலேமே, തമ്മിൽ ഇണക്കിയ നഗരമായ യെരൂശലേമേ, இசைவினைப்பான நகரமான எருசலேமே, ഞങ്ങളുടെ കാലുകൾ നിന്നിൽ വന്നു ചേർ. எங்களுடைய பாதங்கள் உம்மிடே ഓ வரும். തമ്മിൽ ഇണക്കിയ നഗരമായ യെരൂശലേമേ, இசைவினைப்பான நகரமான எருசலேமே, ഞങ്ങളുടെ കാലുകൾ ഇപ്പോൾ നിന്നിലാണ്. எங்களுடைய கால்கள் உனக்குள் நிற்கலாயிற்று. ഒരു കാലത്ത് ഞങ്ങളുടെ കാലുകൾ ചേർച്ചിലായിരുന്നു. ஒரு காலத்தில் எங்களுடைய கால்கள் சேரில் இருந்தது. ഒരു കാലത്ത് ഞങ്ങളുടെ കാലുകൾ നരക വഴിയിലായിരുന്നു. ஒரு காலத்தில் எங்களுடைய கால்கள் நரகத்தின் பாதையிலே. എന്നാൽ ഇപ്പോൾ തമ്മിൽ ഇണക്കിയ നഗരത്തിൽ വന്നു. ஆனால் இசைவினைப்பான நகரத்துக்கு வந்தது. ഓ തമ്മിൽ ഇണക്കിയ ഒരു നഗരമുണ്ട്. இசைவினைப்பான நகரம் உண்டு. ഏതാണ് ഈ തമ്മിൽ ഇണക്കിയ നഗരം? அது என்ன இசைவினைப்பான അത് நகரம்? സിയോനും യെരൂശലേമുമാണ്. அது சீயோனும் எருசலேமும். ഓ തമ്മിൽ ഇണക്കിയ നഗരമേ, இசைவினைப்பான நகரமே, യെരൂശലേമേ, எருசலேமே, ഞങ്ങളുടെ കാലുകൾ നിന്നിൽ വന്നു ചേർ. என்னுடைய கால்கள் உனக்குள் நிற்கலாயிற்று. സിയോന്റെയും യെരൂശലേമിന്റെയും കല്ലുകൾ ചേർന്നിരിക്കുക. சியோனின் எருசலேமின் கற்கள் இணைந்திருக்கிறது. ആ തമ്മിൽ ഇണക്കിയ നഗരത്തിൽ ദൈവം എന്നെ കൊണ്ടുവന്നല്ലോ. இசைவினைப்பான நகரத்தில் தேவனை கொண்டு வந்தாரே. അതിൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി പിടിച്ചാൽ அதில் சந்தோஷமுள்ள கரங்களை உயர்த்துங்கள். കർത്താവേ, ഈ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ കൊണ്ടുവന്നല്ലോ. ஆண்டவர் இந்த பரிசுத்தவான் ஐக்கியத்தில் கொண்டு வந்தீரே. ഈ വിശുദ്ധന്മാരോട് എനിക്ക് ബന്ധം തന്നല്ലോ. பரிசுத்தவானோட ஐக்கியம் தந்தீரே. തമ്മിൽ ഇണക്കിയ നഗരത്തിൽ എന്നെ കൊണ്ടുവന്നല്ലോ. இசைவினைப்பான நகரத்தில் சேர்த்தீரே. സന്തോഷമുള്ളവരൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പൗലോസ്ലീഗ അന്ത്യനിമിഷത്തിൽ യെരൂശലേമിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. அப்போஸ்தலனாய் பவுல் கடைசி நிமிஷத்தில் எருசலேமில் போக விரும்பினார். യെരൂശലേം സമാധാന നഗരമാണ്. எருசலேம் சமாதானத்தின் நகரம். നമ്മൾ സമാധാനത്തെ സ്നേഹിക്കണം. சமாதானத்தை நேசிக்க வேண்டும். ചില മനുഷ്യർ സമാധാനത്തെ ആഴത്തിൽ സ്നേഹിക്കുന്നവരെ ഞാൻ சிலர் കണ്ടിട്ടുണ്ട്. சமாதானத்தை ஆழமாய் நேசிக்கிறவர்களை ഞാൻ ഒരിക്കൽ பார்த்திருக்கிறேன். ഒരു കുഞ്ഞു ബാലനെ കണ്ടു. ஒரு முறை ஒரு சிறு பையனை അദ്ദേഹത്തെ பார்த்தேன். ആ പയ്യന്റെ ശുശ്രൂഷയുടെ ആരംഭ സമയമാണ്. அவனுடைய ஊழியத்தின் ஆரம்ப நாள். ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നതാണ്. நான் பிரசங்கிக்க சென்றேன். ഏതോ ഒരു കാര്യത്തിന് ഒരു മുതിർന്ന പാസ്റ്റവനെ ഷൗട്ട് ചെയ്യാം. ஏதோ ஒரு காரியத்துக்கு வயது சென்ற பாஸ்டர் அவனை கடிந்து கொண்டார். അവൻ ഇങ്ങനെ കൈകെട്ടി കുനിഞ്ഞു നിൽക്കുക. கைகட்டி குனிந்து நிற்கிறான். അവന്റെ കയ്യിൽ എന്തോ പാകപ്പിഴ പറ്റിപ്പോയി. ஏதோ அவன் தவறு செய்து விட்டான். അപ്പോൾ പാസ്റ്റവനെ കർശനമായി ശാസിക്കുക. பாஸ்டர் கடினமாய் கண்டிக்கிறார். അവൻ ഇങ്ങനെ നിൽക്കുന്ന കണ്ടു. அவன் குனிந்து അപ്പൊ நிற்கிறான். എനിക്ക് തോന്നി ഇവനെ മലയാളം മനസ്സിലാകാത്തോണ്ട് മിണ്ടാത്തതായിരിക്കും. நான் நினைத்தேன் மலையாளம் புரியாதபடினால் அமைதியா இருக்கிறான் என்று. പാസ്റ്റർ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു. அதிகமாய் அவனை திட்டினார். അവൻ മിണ്ടാതെ സോറി പറഞ്ഞു. அவன் அமைதியாய் மன்னிப்பு പിന്നെ கேட்டான். അവൻ എന്റെ മുറിയിൽ വന്നു. அவன் மறுபடியும் என்னுடைய അപ്പൊ ரூமுக்கு എനിക്ക് வந்தான். എന്തോ കൊണ്ടു തന്നപ്പോ ഞാൻ ചോദിച്ചു, எனக்கு ஏதோ கொடுத்தபடி തമ്പി நான் கேட்டேன். നിന്റെ ഊരെങ്കെ? தம்பி உன்னுடைய ஊர் எங்க? അപ്പൊ പറഞ്ഞു, അല്ലച്ചാ ഞാൻ മലയാളം തന്നെയാണ്. நான் சொன்னேன் நான் இங்க கேரளாவில தான் இருக்கிறேன். അപ്പൊ ഞാൻ ചോദിച്ചു, പാസ്റ്റർ വഴക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? பாஸ்டர் திட்டினதும் கேட்கவில்லையா? എനിക്ക് മനസ്സിലായി അച്ചായ. எனக்கு புரிந்தது. പിന്നെ മോനെന്താ അതിന് കാര്യം പറയാഞ്ഞത്? மகனே, நீ அமைதியா இருந்தாயே. അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞു. அவனிடத்தில் வார்த்தை சொன்னான். മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിനും കണക്ക് പറയണ്ടേ? மனுஷன் சொல்லுகிற சாதாரண வார்த்தைக்கு பதில் சொல்ல வேண்டுமே. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അതരത്തിൽ നിന്ന് നിസ്സാരപ്പെട്ട ഒരു വാക്ക് വരാതിരിക്കുന്നതല്ലേ നല്ലത്? அப்படியானால் நமக்கு ஒரு சாதாரண வார்த்தை கூட நம்முடைய வாயில் வராமல் இருப்பதல்ல അവൻ ഒരു நல்லது. കുഞ്ഞു ബാലനാണ്. ஒரு சிறுவன். ആ അറിവിന്റെ മുമ്പിൽ അവന്റെ കാൽപാദം കഴുകി കുടിക്കാനുള്ള യോഗ്യത എനിക്കില്ല. அவனுடைய அறிவுக்கு முன்பாக அவன் பாதத்தை கழுவி குடிக்க தகுதி எனக்கு இல்லை. അപ്പൊ ഞാൻ അവനെ തുറിച്ചു നോക്കി. நான் அவனை உற்று பார்த்தேன். അവൻ സമാധാനത്തെ സ്നേഹിക്കുന്നവനാ. சமாதானத்தை நேசிக்கிறவன். നമുക്ക് സമാധാനത്തെ സ്നേഹിക്കാം. சமாதானத்தை நேசிப்போம். നമുക്ക് സത്യത്തെ സ്നേഹിക്കാം. சத்தியத்தை நேசிப்போம். നമുക്ക് വിശുദ്ധന്മാരുടെ ഐക്യതയിൽ ജീവിക്കാം. பரிசுத்தவான்களுடைய ஐக்கியத்தில் ஜீவிப்போம். കർത്താവ് നമ്മളോട് കരുണ ചെയ്തല്ലോ. கர்த்தர் நம்மிடத்தில் இரக்கம் செய்தாரே. എന്റെ കുട്ടിക്കാലത്ത് என்னுடைய சிறு வயதிலே ഞാൻ മറ്റൊരു ബെന്തിക്കോസ് പശ്ചാത്തലത്തിലായി. நான் வேறொரு பெந்தேகோஸ்து ஐக்கியத்தில் இருந்தேன். അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യമായ ഒരു മീറ്റിംഗിൽ പോയി. முதலாவது ஒரு கூட்டத்துக்கு சென்றேன். അപ്പോൾ ഇവിടെ സിസ്റ്റേഴ്സിനെയും പാസ്റ്റേഴ്സിനെയും ഒക്കെ ഞാൻ കണ്ടു. அப்பொழுது சிஸ்டர்ஸையும் பாஸ்டர்ஸையும் பார்த்தேன். എനിക്ക് വലിയ അത്ഭുതം തോന്നി. பெரிய அற்புதமாயிருந்தது. ഞാൻ വളരെ കുഞ്ഞു ബാലനാ. சிறு வயது. അപ്പൊ ഈ മീറ്റിംഗ് അവിടെ ഒരു ചെറിയ കൺവെൻഷനാണ്. ஒரு சின்ன ஒரு கன்வென்ஷன். അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവേ, ഈ കൺവെൻഷൻ നിൽക്കാതിരുന്നിരുന്നെങ്കിൽ കൊള്ളാമായി. நான் ஆண்டவரது கன்வென்ஷன் முடியாமல் இருக்க வேண்டுமே என்று நினைத்தேன். അവിടെ ഒരു ദിവസത്തെ കൺവെൻഷൻ മീറ്റിംഗ് ആണ്. ஒரு நாள் கன்வென்ஷன் ആ கூட்டம். മീറ്റിംഗ് തീർന്നോണ്ട് പാസ്റ്റ് എഴുന്നേറ്റ് പറയുക, அவர் கன்வென்ஷன் முடிந்த பாஸ்டர் சொன்னார், ആത്മാവ് ഹേമിക്കുന്നു, നാളെ രാത്രിയിലും മീറ്റിംഗ് ഉണ്ടാവും. ஆவியானவர் ஏவுகிறார், நாளை மாலையும் கூட்டம் അപ്പൊ உண்டு. ഞാൻ നേരത്തെ പോയി. நான் മുന്നമേ ഈ சென்றேன். വിശുദ്ധന്മാരുടെ വസ്ത്രമൊക്കെ ഇഷ്ടപ്പെട്ടു. எனக்கு இந்த ஊழியக்காரരുടെ വസ്ത്രം ഞാൻ பிடித்தது. ലോകത്തിൽ ഏറ്റവും വലുതായി കണ്ടത് സാധു സുന്ദർ സിംഗിനെയാ. நான் அதிகமாக பெரிய ஆளாய் கண்டது சாது சுந்தர் சிங் அவர்கள். സാധു സുന്ദർ സിംഗിനെ പോലെ സന്യാസിയായി ജീവിക്കണം. சாது சுந்தர் சிங் போல சன்னியாசியா ஜீவிக்க வேண்டும். അനാഥരെ സംരക്ഷിച്ച് അനാഥാലയം നടത്തി ജീവിക്കണം. அனாதைகளை அவர் ஆதரித்து அனாதை இல்லம் நடத்தி ஜீவிக்க வேண்டும். പക്ഷേ ഈ വിശുദ്ധന്മാരുടെ വസ്ത്രമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ஆனால் இந்த பரிசுத்தவான்களுடைய உடை வஸ்திரம் பிடித்தது. അപ്പൊ ഞാൻ പോയി. എന്റെ കുടുംബം എല്ലാം മറ്റ് ചർച്ചകളിലായി. என்னுடைய குடும்பம் அங்கம் எல்லாம் வேறொரு ஐக்கியத்தில் എന്റെ இருந்தார்கள். അപ്പച്ചന്റെ ഫാമിലി പലരും ഇതിലുണ്ടായി. என்னுடைய தகப்பனுடைய குடும்பத்தில் பலர் இதில் இருந்தார்கள். പക്ഷേ അമ്മയുടെ ഫാമിലി എല്ലാം മറ്റൊരു ചർച്ചിൽ. அம்மாவோட குடும்பம் எல்லாம் வேறொரு சபையில். ആ പശ്ചാത്തലത്തിലാണ് ജീവിക്കുന്നത്. நான் அந்த பின்னணியில்
பின்னணியில் ஜீவிக்கிறேன். ഞാൻ രാത്രി പ്രാർത്ഥിച്ചോണ്ട് இரவிலே ஜெபித்துக் கொண்டிருந்தேன். ഞാൻ യേശുവിനെ കണ്ടു. இயேசுவை பார்த்தேன். അപ്പൊ യേശുവിനോട് 3 കാര്യം പറഞ്ഞു. இயேசுவிடத்தில் 3 காரியம் சொன்னார். എന്നെ അനുഗമിച്ചു വരിക, என்னை பின்பற்றி வா, എന്നെ അനുഗമിച്ചു വരിക, என்னை பின்பற்றி வா. നീ ഇന്ന് കണ്ട വിശുദ്ധന്മാരുണ്ടല്ലോ, இன்றைக்கு பார்த்தாய അവർ பரிசுத்தவான்கள், ഭൂമിയിലെ വിശുദ്ധന്മാരാണ്. அவர்கள் பூமியிலே பரிசுத்தவான்கள். അവരുടെ മാർഗം വിശുദ്ധന്മാരുടെ മാർഗമാണ്. அவர்களுடைய வழி பரிசுத்தவானுடைய வழி. അവരെല്ലാം വിശുദ്ധന്മാരാണെന്ന് എന്നോട് പറഞ്ഞില്ല. அவர்கள் எல்லாரும் பரிசுத்தவான்கள் என்று சொல்லவில்லை. അവരുടെ മാർഗം വിശുദ്ധന്മാരുടെ മാർഗമാണ്. அவர்களுடைய மார்க்கம் அந்த வழி பரிசுத்தமான வழி. നീ ആഗ്രഹിക്കുന്ന വിശുദ്ധി അവരിൽ നീ കണ്ടെത്തും. நீ விரும்புகிறதான பரிசுத்தத்தை அவர்களுக்கு நீ காண்பாய். വേദപുസ്തകം സത്യവചനമാണ്. வேதம் சத்திய வசனம். ഈ തിരുവെഴുത്തിന്റെ ആത്മാവ് എഴുതിയതാണ്. இந்த பரிசுத்த வேதத்தை ஆவியானவர் எழுதினார். ഞാൻ നിന്നെ ബൈബിൾ പഠിപ്പിക്കാം. நான் உன்னை வேதம் படிப்பிப்பேன். നീ സെമിനാരിയിലൊന്നും പോകണ്ട. நீ செமினார் போக வேண்டாம். നീ കരുണയും താഴ്മയുള്ളവനായി ജീവിച്ചാൽ, இரக்கமும் தாழ்மையுள்ளவனாய் ஜீவித்தால் போதும். ദൈവം നമ്മളോട് ദയ ചെയ്തല്ലോ. தேவனிடத்தில் தயவு செய்தாரே. തമ്മിലണക്കിയ നഗരമായ യെരൂശലേമേ, இணைப்பான நகரமாய் எருசலேமே, ഞങ്ങളുടെ കാലുകൾ നിന്നിലേക്ക് വന്നല്ലോ. எங்களுடைய கால்கள் உங்கள் மேல் நிற்கலாயிற்று. വിശുദ്ധന്മാരോട് ഐക്യം നമുക്ക് കിട്ടിയല്ലോ. பரிசுத்தமான ஐக்கியம் கிடைத்தது. ഞാൻ വിശ്വാസ വീട്ടിൽ വരുമ്പോൾ എനിക്ക് ബൈബിളൊന്നും വായിക്കാൻ நான் അറിയില്ല. விசுவாச வீட்டு வரும்பொழுது வேதம் ஒன்றும் தெரியாது. അന്ന് ഞങ്ങൾക്കൊരു പാസ്റ്റർ ഉണ്ട്, സക്കറിയാപ്പച്ചൻ. அன்றைக்கு எங்களுக்கு ஒரு பாஸ்டர் இருந்தார், சகரியா. എല്ലാ ദിവസവും 3 മണി തുടങ്ങി 5 മണി വരെ ബൈബിൾ ഉറക്ക വായിച്ച് കേൾപ്പിക്കും. எல்லா நாளும் 3 தொடங்கி 5 மணி வரைக்கும் சத்தமாய் வேதம் படிக்க வேண்டும். തെറ്റിയാൽ ഉടനെ തലക്കിട്ട് അടിക്കും. தவறாய் வாசித்தால் தலையில் அடி ആ கொடுப்பார். രംഗം പോലും ഓർക്കാൻ വയ്യ. இப்ப நினைத்தாலும் ஒரு மாதிரி இருக்கிறது. തെറ്റിപ്പോയാൽ അടി കിട്ടും. தவறினால் அடி கிடைக்கும். ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കും. நாங்கள் அழுது ஜெபிப்போம். കർത്താവേ, ആരെങ്കിലും വിസിറ്റേഴ്സ് വന്നാൽ കൊള്ളായിരുന്നു. ஆண்டவரே, வேற யாரும் பார்வையாளர் வந்தா நன்றாக ആരെങ്കിലും இருக்கும். ഒരു മാരേജ് സർട്ടിഫിക്കറ്റിന് വന്നാൽ யாராவது കൊള്ളാം. மேரேஜ் சர்டிபிகேட்டுக்கு வந்தாலும் ആരെങ്കിലും ഒരു പാസ്റ്റേഴ്സ് വന്നാൽ കൊള്ളാം. பாஸ்டர்மார் வந்தாலும் നമ്മൾ பரவாயில்லை. ഉറക്ക വായിച്ച് കേൾപ്പിക്കണം. சத்தமாய் வாசித்து തെറ്റിയാൽ ഉടനെ ചോദിക്കും, എടാ അവിടെ ഒരു കുത്തുണ്ടോ? அவர் தவறு செய்தவர் கேட்பார், அந்த இடத்தில் நிறுத்தல் குறி இருக்கிறது. ആ കുത്ത് നിനക്കൂടെ വേണ്ടിയുള്ളതാണ്. அந்த குத்து உனக்கும் வேண்டும். അവിടെ വാക്യം നിർത്തണമെന്നാണ്. அங்க வார்த்தையை நிறுத்த வேண்டும். നമ്മളിങ്ങനെ വീട്ടിലൊന്നും അങ്ങനെയുള്ള പരിശീലനമൊന്നും ഇല്ല. வீட்டில் இப்படி ஒரு பயிற்சி இல்லை. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ மகிமுண்டாகட்டும். മത്തായിയുടെ സുവിശേഷമോ യോഹന്നാന്റെ സുവിശേഷമോ ഒക്കെയാണ് വായിക്കാൻ എളുപ്പമാണ്. மத்தேயு, யோவான் எல்லாம் ஈஸியா படிக்கலாம். വായിപ്പിക്കുന്ന എവിടെയാണെന്നറിയാമോ? எதை வாசி சொல்ல தெரியுமா? ദിനവൃത്താന്ത പുസ്തകമാണ്. நாளாகம புஸ்தகம். അയ്യോ, അവിടെ തലമുറകൾ എഴുതിയിരിക്കുക. அது அந்த ஜீனியாலஜி வம்ச வரலாறு எழுதி இருக்கிறது. ആ പേരൊന്നും നമ്മുടെ നാക്കിന് വളഞ്ഞു കിട്ടത്തില്ല. அந்த பேரெல்லாம் நம்ம வாயிலே வராது. നമ്മൾ കുഴഞ്ഞു പോകും. நாம தளர்ந்து போவோம். അപ്പച്ചനിടയ്ക്ക് നമ്മളെ കുഴയ്ക്കും. അങ്ങനാണോടാന്നൊരു ചോദ്യം திரும்ப திரும்ப கேட்டே நம்மளை குழப்புவார். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமுண்டாகட்டும். എങ്കിലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ஆனால் மிகுந்த சந்தோஷம். ഞാൻ ആദ്യമായി പ്രസംഗിച്ചത് നെല്ലിക്ക മണ്ണിലാണ്. நெல்லிக்கமண்டே என்கிற இடத்துல முதலாவது பிரசங்கித்தேன். ദൈവത്തിന് മഹത്വം தேவனுக்கு மகிமுண்டாகட்டும். ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള സിസ്റ്റർ സൂസൻ എന്ന അവിടെ ഉണ്ട്. ஒசைக்கால் இருக்குதான சிஸ்டர் சூசன் அங்க இருக்கிறார். അപ്പച്ചൻ അവിടെ ചെന്നു സാക്ഷ്യം പറയാൻ സമയം കൊടുത്തു. அப்பொழுது சாட்சி சொல்லும்படி நேரம் தந்தார். എല്ലാം കൂടെ ഒരു 5 മിനിറ്റിനുള്ളിൽ സാക്ഷി തീർന്നു. 5 മിനിറ്റുകളിൽ എല്ലാം முடிந்தது. അപ്പച്ചൻ ആകെ 20 മിനിറ്റേ പ്രസംഗിക്കത്തുള്ളൂ. 20 நிமிடம் தான் அவர் பிரசங்கிப்பார். എല്ലാരെ കൊണ്ടും സാക്ഷി പറഞ്ഞിട്ടും സമയം തീരുന്നില്ല. எல்லாரும் வைத்து சாட்சி சொல்லி நேரம் முடியவில்லை. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, സാക്ഷി പറയടാ. என்னை கூப்பிட்டு சொன்ன சாட்சி சொல். അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പ്രസംഗിക്കടാ. அது முடிந்த பிரசங்கம் பண்ண சொன்னார். എന്റെ പ്രസംഗമല്ല, என்னுடைய பிரசங்கம் அல்ல. പാസ്റ്റർ PM തോമസ് അപ്പച്ചന്റെ പ്രസംഗം ഞാൻ കേട്ടതാണ്. நான் கேட்ட பாஸ்டர் PM തോമസ് அவருடைய பிரசங்கம். അപ്പൊ ആ പ്രസംഗം എടുത്ത് ഞാൻ പ്രസംഗിക്കാൻ அதை எடுத்து நான் பிரசங்கம் ஆரம்பித்தேன். എബ്രായ ലേഖനം പൗലോസ് എഴുതിയെന്നൊക്കെ പറഞ്ഞു. எபிரேய நிருபத்தை பரிசுத்த பவுல் எழுதினார். 2-3 വാക്ക് പറഞ്ഞ ഉടനെ 2-3 വാർത്ത சொன்ன உடனே പുറകിൽ ഒരു കൈകൊട്ട്, பின்னால் கைதட்டினார். ഒരു വിളി വിളിച്ചു. டேய்னு கூப்பிட்டார். അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി. திரும்பி பார்த்தேன். എത്ര വയസ്സുണ്ടടാ? உனக்கு எத்தனை வயசு? അപ്പൊ ഞാൻ വയസ്സ് പറഞ്ഞു. என் വയസ്സ് சொன்னேன். 23 വയസ്സുള്ള നീയാണ് യേശുവിന്റെ കഷ്ടത പ്രസംഗിക്കുന്നില്ല. 23 വയസ്സാன நீ இயேசுவின் பாடுகளை பிரசங்கிக்கிறாய். ഇന്ന് രാവിലെ നീ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റോടാ? காலையில் நீ ஸ்தோத்திர ஜெபத்தை எழும்பினாயா? പോയിരിക്കടാന്ന് പറഞ്ഞു. போய் உட்காருடான். ഞാൻ വേദോത്സവം മടക്കി പോയി. நான் பைபிள் மடக்கி போனேன். അപ്പന്മാർ അങ്ങനെയൊക്കെ ചെയ്യും. தகப்பன்மார் அப்படி செய்வார்கள். അതിനുശേഷം അപ്പച്ചൻ പ്രസംഗിച്ചു. அதுக்கு பிற்பாடு அவர் பிரசங்கித்தார். എന്നാലും ഞങ്ങളുടെ അപ്പച്ചനാണ്. எங்களுடைய அப்பச்சன் ഒരു ബിസ്ക്കറ്റ് കിട്ടിയാൽ പകുതി ഓടിച്ച് ഞങ്ങൾക്ക് തരും. பிஸ்கட் கிடைத்தால் பகுதி ഇനി ഞങ്ങളുടെ എല്ലാ മാന്യതയും അവരാണ്. இன்றைக்கு எங்களுக்கு இருக்கிற எல்லா மேன்மையும் அவரால் தான். എന്റെ എല്ലാ മാന്യതയും വിശുദ്ധന്മാരാണ്. எனக்கு இருக்கிற எல்லா மேன்மையும் பரிசுத்தவான்கள் மூலமா. അവരുടെ കൈയുടെ അണിവിരലിന്റെ നഖത്തിന്റെ വില ഞങ്ങൾക്കില്ല. அவருடைய கரத்தில் இருக்கிறதான சுண்டு விரலின் நகத்தின் விலை எங்களுக்கு இல்லை. തമ്മിലണക്കിയ നഗരമായ യെരൂശലേമേ, விலைப்பான நகரമായ യെരൂശലേമേ, ഈ വിശുദ്ധന്മാർ ഐക്യത്തിൽ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. இந்த பரிசுத்தவான் ஐக்கியத்தில் எங்களை கொண்டு வந்தீர்.
போகிறீரே. നമുക്ക് അങ്ങനെ ഒരു ഐക്യം വേണം. நமக்கு ஒரு அப்படி ஒரு ஐக்கியம் வேண்டும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். എന്നിട്ട് എന്നോട് പോയിരിക്കടാന്ന് പറഞ്ഞു. போய் உட்கார சொன்னார். അപ്പച്ചൻ പ്രായമായ ആളാണ്. வயது சென்ற അപ്പച്ചന് സ്ഥിരമായി 3-4 പ്രസംഗമേ ഉള്ളൂ. அவருக்கு 3-4 பிரசங்கம் தான். അപ്പച്ചൻ ആ പഴയ ഒരു പ്രസംഗമൊക്കെ പ്രസംഗിച്ചു പോയി. அவர் பழைய பிரசங்கத்தை செய்து போனார். സെൻട്രൽ വൈത്തോമി ചെന്ന ഉടനെ சென்டர் ஃபெய்தம் போன உடனே നമ്മളോട് ഒരിക്കലും സ്നേഹമൊന്നും കാണിക്കും. ஒரு நாள் அன்பு வெளி காட்ட നീ மாட்டார். പോയി ഡ്രസ് മാറാന്ന് நீ போய் ட்ரெஸ் மாற சொன்னார். പാസ്റ്റർ ബെന്നിച്ചാനെ വിളിച്ചു. பென்னி பாஸ்டர் கூப்பிட்டார். പാസ്റ്റർ ബെന്നി എന്ന് വിളിച്ചു. பாஸ்டர் பென்னி வாருங்கள். എന്താച്ചാന്ന് പറഞ്ഞു. என்னாச்சான்? ആ പയ്യൻ കാതലുള്ള ഒരു തൈയാണ്. அவன் நல்ல உறுதியான ஒரு விருட்சமாய் இருக்கிறான். കാതലുള്ള തൈയാണ്. நல்ல உறுதியான விருட்சம். ഞാനുള്ളപ്പോൾ ഞാൻ നോക്കിക്കോളാം. நான் இருக்க வரைக்கும் பார்த்துக் கொள்கிறேன். എന്റെ കാലം കഴിഞ്ഞാൽ ബെന്നി അവനെ നോക്കിക്കോ. என்னுடைய காலத்துக்கு பின்பு நீ அவனை கவனித்துக் கொள்ள வேண்டும். അതുകൊണ്ട് വണ്ടി കഴുകാനും മാർക്കറ്റിൽ പോകാനും ഒന്നും ഇനി അവനെ വിട്ടേക്കരുത്. அதனால வண்டி கழுவவோ மார்க்கெட் போகவோ அவனை அனுப்ப வேண்டாம். 2 മിനിറ്റേ പ്രസംഗിച്ചുള്ളൂ, അതോടുകൂടെ ലോക്കൽ ചാർജ് കിട്ടി. 2 நிமிடம் பிரசங்கத்தில் எனக்கு லோக்கல் இன்சார்ஜ் கிடைத்தது. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவனுக்கு மகிமை உண்டாகட்டும். ദൈവം നമ്മളെ വിശുദ്ധന്മാരുടെ വീട്ടിൽ കൊണ്ടുവന്നല്ലോ. பரிசுத்தவானுடைய வீட்டில் கொண்டு வந்தார். ശുശ്രൂഷകരെ, നമ്മൾ നന്ദിയുള്ളവരാണോ? ஊழியர்களே, நாம் நன்றியா இருக்கிறோமா? നമ്മുടെ അപ്പന്മാർ അസ്ഥിയും വെള്ളമൊക്കെ ഉരുകിയാണ് ഈ മാർഗം ഉണ്ടാക്കിയത്. தகப்பன்மாருடைய எலும்பும் தோல் உருகிதான் അവർ വിതച്ചു, നമ്മൾ കൊയ്യുന്നു. அவர்கள் விதைத்தார்கள், நாம் அறுக்கிறோம். അവർ വിതച്ചു, നമ്മൾ കൊയ്യുന്നു. அவர்கள் விதைத்தார்கள், நாம் அறுக்கிறோம். നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. நன்றியோடு இருக்க வேண்டும். നമുക്ക് യെരൂശലേമിൽ വേണം മരിക്കാൻ. நாம் எருசலேமிலே மரிக்க வேண்டும். യെരൂശലേം തമ്മിലിണക്കിയ നഗരമാണ്. எருசலேம் இசை வினைப்பான நகரம். ദൈവത്തിന് മഹത്വം ഉണ്ടാകും. தேவனுக்கு மகிமை ഞാൻ അടുത്ത உண்டாகட்டும். കാലത്ത് ഒരു മനുഷ്യനെ കണ്ടു. சமீபத்தில் ஒருவரை கண்டேன். അദ്ദേഹം 15 വർഷം ഗുരുകുലത്തിൽ പഠിച്ചതാ. 15 வருடம் குருகுலத்திலே கல்வி பயின்றார்.